ഗുഡ് മോർണിംഗ്. ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസിന്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിന്റെ ഹിസ്റ്ററി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു വർഷമാണ്. സിലബസ് മൊത്തമായിട്ട്, അതായത് 2, 4, 6, 8, 10 ഇത്രയും ക്ലാസ്സുകൾക്ക് സിലബസ് നല്ല രീതിയിൽ മാറ്റുള്ള ഒരു ടെക്സ്റ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ആകെ ഫസ്റ്റ് പാർട്ട് മാത്രമേ നമുക്ക് എത്തിയിട്ടുള്ളൂ. അപ്പൊ അതിലുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണ ഹിസ്റ്ററിയിൽ പ്രധാനമായിട്ടും വേൾഡുമായിട്ട് ബന്ധപ്പെട്ടതും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് വരാതിരിക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സിലായിട്ട് വേൾഡ് നടന്ന അല്ലെങ്കിൽ മിഡീവൽ അതുപോലെ മോഡേൺ പീരീഡിന്റെ തുടക്കത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ സോഷ്യൽ അനാലിസിസും, 4ാമത്തെ ചാപ്റ്ററിലായിട്ട് എന്താണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു ടൈം, അതുപോലെ വേൾഡ് വാർ, അങ്ങനെയുള്ള കാര്യങ്ങളും ലാസ്റ്റ് ചാപ്റ്റർ, അതായത് ഈ ടെക്സ്റ്റിലെ അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്ററിന്റെ അകത്ത് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു ചാപ്റ്റർ ആണ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള 1ാമത്തെ ചാപ്റ്റർ ഹ്യൂമാനിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഹ്യൂമാനിസം. ഓക്കെ, അതായത് ഹ്യൂമാനിസം എന്ന വാക്കിന്റെ മീനിങ് മാനവികത എന്നാണ്. ഓക്കെ, അപ്പൊ ഹ്യൂമാനിസം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും യൂറോപ്പിന്റെ ഹിസ്റ്ററി ആണ് പഠിക്കുന്നത്. ഓക്കെ, യൂറോപ്പ് എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു സമയത്ത് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് ഐഡിയാസ് ആദ്യം പറയാം. എന്നിട്ട് നമുക്ക് എന്തിലേക്ക് പോവാം, പാഠത്തിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് ഹിസ്റ്ററി, വാട്ട് ഈസ് ഹിസ്റ്ററി എന്നൊരു ടോപ്പിക്കാണ്. അതായത് എന്താണ് ഹിസ്റ്ററി, ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്താ ഹിസ്റ്ററി ഈസ് ദ സ്റ്റഡി ഓഫ് പാസ്റ്റ്. ഓക്കെ, അതായത് എന്താ പാസ്റ്റിനെ പറ്റി, കഴിഞ്ഞു പോയ കാലഘട്ടത്തെ പറ്റി പഠിക്കുന്ന എന്താണ് ടോപ്പിക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചുകൂടെ ഡെഫിനറ്റ് ആയിട്ട് കുറച്ചുകൂടെ ഡിഫൈൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി is the study of past and cultural events in relation to human beings. മനുഷ്യന്റെ എന്താ പാസ്റ്റിനെ പറ്റിയും അവന്റെ കൾച്ചറിനെ പറ്റിയും പഠിക്കുന്ന എന്താണ് സയൻസിന്റെ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിന്റെ ശാഖയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററിക്കകത്ത് നമ്മൾ കഴിഞ്ഞു പോയ കാലഘട്ടത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തിനാ ഹിസ്റ്ററി പഠിക്കുന്നത്, ഹിസ്റ്ററി പഠിച്ചുകൊണ്ട് എന്താ മാർഗം, എന്താണ് ഉപയോഗം എന്നൊരു ചോദ്യമുണ്ട്. ഓ, ഹിസ്റ്ററി എന്ന സബ്ജക്ട് പഠിക്കുന്നതുകൊണ്ട് എന്താണ് ഉണ്ടാവുക? ഹിസ്റ്ററി കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഹിസ്റ്ററിക്കകത്ത് പഠിക്കുന്നത്. കഴിഞ്ഞു പോയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചുമ്മാ പുച്ഛിച്ച് കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ലോകത്ത് നടക്കുന്ന മിക്കവാറുള്ള എല്ലാ ഇവന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പിന്നെയും പല സമയത്തായിട്ട് വരാറുണ്ട്. ഓക്കെ, ഓരോ ഇവന്റ് സംഭവിക്കുമ്പോഴും എന്താണ് കഴിഞ്ഞു പോയ കാര്യവുമായിട്ട് ഒരുപാട് റിസംബ്ലൻസ് ഉണ്ടാവാറുണ്ട്. ഒരു കാലഘട്ടത്തിൽ നടന്നതിന്റെ എക്സ്ട്രീം ഫോമോ അല്ലെങ്കിൽ അതിന്റെ രൂപമാറ്റം വന്നുള്ള കാര്യങ്ങളാണ് പുതിയ കാര്യങ്ങളായിട്ട് ഭൂമിയിൽ നടക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ 2020 ആ ഒരു സമയത്ത് കൊറോണ വന്നു. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ മൊത്തം ബാധിച്ച വേറൊരു അസുഖവും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി എന്ന ഒരു സബ്ജക്ട് പഠിക്കുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഇനി ഇത് ഫ്യൂച്ചറിൽ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനൊരു പ്രശ്നം വരാൻ പോകുന്നു എന്നറിയുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റും എന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഹിസ്റ്ററി എന്ന സബ്ജക്ട് വളരെ വാസ്റ്റ് ആണ്. അതായത് ഒരുപാട് ഏരിയാസ് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി. അതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയിൽ ടൈമിന്റെ ഒരു ഡിവിഷൻ നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് സമയത്തിന് അല്ലെങ്കിൽ സമയം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന്റെ അകത്തുള്ള കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, പാസ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വളരെ വാസ്റ്റായ ഒരു ടോപ്പിക്കിനെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് പീരീഡിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഡിവിഷൻ നമ്മൾ സാറിന് കേട്ടിട്ടുണ്ട്. ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ, ഇങ്ങനെ ഒരു 3 ഡിവിഷന് നമ്മൾ കേട്ടിട്ടുണ്ട്. യൂറോപ്യൻ ഹിസ്റ്ററി ആയാലും വേൾഡ് ഹിസ്റ്ററി ആയാലും ഇന്ത്യയുടെ ഹിസ്റ്ററി ആയാലും ഇങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. പക്ഷെങ്കിൽ ഓരോ സ്ഥലത്തും ഡിവിഷൻ വരുമ്പോഴത്തേക്ക് പീരീഡുകളിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇവിടെ യൂറോപ്പിന്റെ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് ഒരു 4 ഡിവിഷൻസ് ആണ് ടൈമിൽ വരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അതായത് ആദിമ മനുഷ്യന്റെ കാലഘട്ടം. ഓക്കെ, അതായത് മനുഷ്യൻ ഉത്ഭവിച്ച് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് ഏകദേശം ഹോമോസാപ്പിയൻസ് ഒക്കെ ആവുന്ന ആ ഒരു കാലഘട്ടം വരെയുള്ള ടൈമിനെ പറ്റി പറയുന്നതാണ് എന്താണ് ഈ പറയുന്ന പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ പീരീഡ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ആണ്. ഓക്കെ, ആദ്യകാല രാജാക്കന്മാരെ പറ്റിയും അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾ, ട്രൈബൽ ഗ്രൂപ്പ്സ് ഒക്കെ അവരുടെ എംപയേഴ്സിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. മൂന്നാമത്തെ ആയിട്ട് പറയുന്നത് മിഡീവൽ പീരീഡ് ആണ്. അതായത് ദൈവത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ചർച്ചിനും സൊസൈറ്റിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു പീരീഡാണ് മിഡീവൽ എന്ന് പറയുന്നത്. ഇനി മോഡേൺ എന്ന് പറയുന്നത് യൂറോപ്പിന് തന്നെ ചരിത്രം മൊത്തം മാറ്റിക്കുറിച്ച റിനേസൻസ്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി ആ ഒരു സമയം തൊട്ട് ഇപ്പോൾ നടക്കുന്ന പീരീഡ് വരെയാണ് നമ്മൾ സാധാരണ മോഡേൺ എന്ന് പറയാറ്. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യത്തെ പാഠത്തിൽ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യേണ്ടത്
മിഡീവൽ, മോഡേൺ, ഇത് രണ്ടും ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗമാണ്. യൂറോപ്പിന്റെ ഹിസ്റ്ററിയിൽ മിഡീവൽ എന്നറിയപ്പെടുന്ന പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 5th സെഞ്ചുറി CE തൊട്ട് 15th സെഞ്ചുറി CE വരെയാണ്. ഓക്കെ, അതായത് യൂറോപ്പിന്റെ ഹിസ്റ്ററിയിൽ മിഡീവൽ പീരീഡ് എന്ന കാലഘട്ടം ഏകദേശം 5 മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. നമ്മൾ ഹിസ്റ്ററിയിൽ സമയത്തെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്, ഒന്ന് CEയും വേറൊന്ന് BCEയും. ഓക്കെ, ആദ്യകാലങ്ങളിൽ എന്താണ് AD BC എന്നറിയപ്പെട്ട വാക്കുകളാണ് പിന്നീട് CE എന്നും BC എന്നും പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറയുന്നത് ഹ്യൂമാനിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് അല്ലെങ്കിൽ ഹ്യൂമാനിസത്തേക്ക് വരുന്നതിന് മുമ്പ് ഇതൊക്കെ നടന്നൊരു കാലഘട്ടം പറയാൻ വേണ്ടിയാണ് നമ്മൾ സമയത്തെ പറ്റി പറഞ്ഞത്. അടുത്ത് നമുക്ക് നോക്കാനുള്ള ഏരിയ എന്താണ് ഹ്യൂമാനിസം എന്നാണ്. വാട്ട് ഈസ് ഹ്യൂമാനിസം? എന്താണ് ഹ്യൂമാനിസം? ഹ്യൂമാനിസം ഈസ് എ നോൺ റിലീജിയസ് ഫിലോസഫി ദാറ്റ് ഫോക്കസ്ഡ് ഓൺ ദ പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. അതായത് ഹ്യൂമാനിസം, മാനവികത എന്ന് പറയുന്നത് ഒരു നോൺ റിലീജിയസ് ഫിലോസഫിയാണ്. എന്തിനാണ് ഇവിടെ ഇതൊരു നോൺ റിലീജിയസ് ഫിലോസഫി എന്ന് പറയുന്നത്? ഫിലോസഫി ആണെന്ന് മാത്രം പറഞ്ഞാൽ പോരെ. നോൺ റിലീജിയസ് എന്താ പറയുന്നത്? ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന ഐഡിയ ഉണ്ടാവുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം മിഡീവൽ പീരീഡിന്റെ അവസാനത്തോടു കൂടിയാണ് ഹ്യൂമാനിസം എന്നൊരു ഐഡിയ യൂറോപ്പിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം മിഡീവൽ പീരീഡിൽ മൊത്തവും യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിലോസഫി എന്ന് പറയുന്നത് റിലീജൻ ആണ് അല്ലെങ്കിൽ തിയോളജിയാണ്. ഓക്കെ, ദൈവവിശ്വാസം അല്ലെങ്കിൽ എല്ലാം ദൈവമാണ് എല്ലാം ഉണ്ടാക്കിയത്, ദൈവമാണ് എല്ലാത്തിന്റെയും നാഥൻ, അല്ലെങ്കിൽ നോളജും ഈ പറയുന്ന എവല്യൂഷനും ക്രിയേഷനും എല്ലാം ദൈവമാണ് നടത്തിയത്, അല്ലെങ്കിൽ ദൈവമാണ് എല്ലാം, ദൈവം കഴിഞ്ഞ ബാക്കി എന്തും ഉള്ളൂ. ഓക്കെ, മനുഷ്യൻ പോലും ദൈവം കഴിഞ്ഞേ ഉള്ളൂ എന്നൊരു ചിന്താഗതിയാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു ചിന്തയിൽ നിന്ന് ദൈവമല്ല, മനുഷ്യന്റെ ചിന്തകൾക്കാണ് അല്ലെങ്കിൽ മനുഷ്യനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ഐഡിയോളജിയാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത് ഹ്യൂമാനിസം ഈസ് എ നോൺ റിലീജിയസ് ഫിലോസഫി. ഓക്കെ, നോൺ റിലീജിയസ് ഫിലോസഫി. അത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും പൊട്ടൻഷ്യൽ ഓഫ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്റെ കഴിവുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൂടാതെ ഹ്യൂമൻ വാല്യൂസ്, മനുഷ്യന് കുറച്ച് വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ് ഹ്യൂമൻ വാല്യൂസ്? പഞ്ച്വാലിറ്റി പറയാം, സിമ്പതി, സ്നേഹം, അങ്ങനെ ഒരുപാട് ഐഡിയാസ്. അല്ലെങ്കിൽ സാധാരണ മറ്റ് ജീവജാലങ്ങൾക്ക് വളരെ കുറവും മനുഷ്യന്മാർക്ക് വളരെ കൂടുതലുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹ്യൂമാനിസം പറയുന്ന ഐഡിയ എന്ന് പറയുന്നത്, ഹ്യൂമാനിസം എന്ന് പറയുന്നത് ഒരു നോൺ റിലീജിയസ് ഫിലോസഫിയാണ്. ഈ ഫിലോസഫി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്ന് മനുഷ്യന്റെ പൊട്ടൻഷ്യലിന്, അതായത് മനുഷ്യന്റെ കഴിവുകൾക്ക്, രണ്ടാമത്തത് ഹ്യൂമൻ വാല്യൂസിന്, മനുഷ്യന്റെ വാല്യൂസിന്. ഓക്കെ, ഈ 2 ഐഡിയാസും ഒത്തുചേർന്ന് വരുന്ന ഐഡിയോളജിയാണ് ഹ്യൂമാനിസം എന്ന് പറയുന്നത്. ഹ്യൂമാനിസം യൂറോപ്പിൽ ഉണ്ടാവുന്നത് ഏകദേശം ഒരു 13th സെഞ്ചുറി ആ ഒരു സമയത്തൊക്കെയാണ് ഹ്യൂമാനിസം യൂറോപ്പിൽ ഉണ്ടാകുന്നത്. പക്ഷെ ഇതിലൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അന്ന് യൂറോപ്പ് റൂൾ ചെയ്തുകൊണ്ടിരുന്ന കൂട്ടർ, അന്ന് യൂറോപ്പ് റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ, ഓക്കെ, അവര് ഹ്യൂമാനിസം എന്ന ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതിനെ ഹിൻഡർ ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഹ്യൂമാനിസം എന്ന ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിയാണ് റാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, റാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഐഡിയ ആണ് റാഷണലിസം എന്ന് പറയുന്നത്. നമുക്ക് എന്താണെന്ന് അടുത്ത സ്ലൈഡിൽ പറയാം. നമുക്ക് ആദ്യം പറയാനുള്ളത്, ഡ്യൂറിംഗ് ദ 13th സെഞ്ചുറി യൂറോപ്പ് വാസ് അണ്ടർ മൊണാർക്ക്, ഫ്യൂഡലിസം ആൻഡ് ചർച്ച്. ഓക്കെ, 13ാം നൂറ്റാണ്ട്, അതായത് മിഡീവൽ പീരീഡ് തീരുന്നതിന് 2 നൂറ്റാണ്ട് മുമ്പുള്ള സമയം. ഓക്കെ, ആ ഒരു സമയത്ത് യൂറോപ്പിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 കൂട്ടരാണ്. ഒന്നെന്ന് പറയുന്നത് മൊണാർക്കി അല്ലെങ്കിൽ മൊണാർക്ക് എന്ന് പറഞ്ഞാൽ രാജാവ്. ഓക്കെ, അതായത് സാമ്രാജ്യം, ഒരു വലിയ എംപയർ ഉണ്ടാവും, അല്ലെങ്കിൽ യൂറോപ്പ് മൊത്തം പരന്നു കിടക്കുന്ന ഒരുപാട് എംപയേഴ്സ് ഉണ്ട്. ഓരോ എംപയറും റൂൾ ചെയ്യുന്ന ഓരോ രാജാക്കന്മാരാണ്. രാജാവ് എന്ത് പറയുന്നു അത് മാത്രം ഇവിടെ നടക്കും, യൂറോപ്പിൽ നടക്കും. ഓക്കെ, അങ്ങനെ മൊണാർക്കിയാണ് യൂറോപ്പ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനി മൊണാർക്കിയുടെ പ്രത്യേകത, മൊണാർക്കി ക്യാൻ ബി ഡിവൈഡഡ് ടു, അതായത് മൊണാർക്കിക്ക് ഒരുപാട് ഡിവിഷൻസ് ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും മൊണാർക്കിയെ നമുക്ക് 2 ആയിട്ട് വേർതിരിക്കാൻ പറ്റും. 2 തരം മൊണാർക്കികളാണ് ലോകത്തുള്ളത്. ഓക്കെ, 2 തരം മൊണാർക്കികളാണ് ഉള്ളത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, രണ്ടാമത്തത് അബ്സല്യൂട്ട് മൊണാർക്കി. ഒക്കെ 2 തരം മൊണാർക്കിയാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവുണ്ട്. ഓക്കെ, രാജാവ് രാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവിടെ രാജാവിന് പവർ ഉണ്ടെങ്കിലും രാജാവിനെ കൺട്രോൾ ചെയ്യാനും അഡ്വൈസ് ചെയ്യാനും ഒരു പാർലമെന്റ് കൂടെ രാജ്യത്തുണ്ടാകും. കൂടാതെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടനയോ നിയമസംഹിതയോ മറ്റുമൊക്കെ എവിടെ ഉണ്ടാകും? ആ രാജ്യത്തുണ്ടാകും. അപ്പൊ അതായത് ആ ഒരു രാജ്യം പൂർണ്ണമായിട്ടും രാജാവിന്റെ കയ്യിലല്ല. രാജാവിനെ അഡ്വൈസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊക്കെ ഒരു പാർലമെന്റ് അവിടെ ഉണ്ടാകും. ഓക്കെ, ഇനി പാർലമെന്റിന്റെ പ്രത്യേകത, പാർലമെന്റിനെ ജനങ്ങളായിരിക്കും ഇലക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് വിളിക്കുന്നത്.
ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മൊണാർക്കിയാണ് അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മൊണാർക്കി വെച്ച് കഴിഞ്ഞാൽ ദ ഹോൾ പവർ റിസൈഡ്സ് വിത്ത് ദ കിങ്. ഓക്കെ, ഫുൾ പവർ, രാജ്യത്തിന്റെ ഫുൾ പവർ രാജാവിനായിരിക്കും. രാജാവിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജാവിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രാജാവായിട്ട് തന്നെ ഒരു കൗൺസിലിനെ നിയമിച്ചുണ്ടാവും. ഓക്കെ, പക്ഷെ ആ കൗൺസിലിന് രാജാവിന് അത്രയും പവർ ഇല്ല. അവർക്ക് കാര്യങ്ങൾ പറയാൻ മാത്രമേ പറ്റൂ. രാജാവ് വേണമെങ്കിൽ അവർ പറയുന്ന അഭിപ്രായം കേട്ടിട്ട് അതുപോലെ ചെയ്യും, അല്ല എന്നുണ്ടെങ്കിൽ രാജാവിന് തോന്നും പോലെ ചെയ്യും. ഓക്കെ, ഇവിടെ പറയുന്നത് 13th സെഞ്ചുറിയിൽ യൂറോപ്പ് ഭരിക്കുന്നത് അബ്സല്യൂട്ട് മൊണാർക്കിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. ദ ലെഡ് എ ലക്ഷോറിയസ് ലൈഫ്. ഭയങ്കരമായ ലക്ഷോറിയസ് ആയിട്ടുള്ള ആഡംബരപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത്രയും ആഡംബരത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയാലും ഈ ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ടാക്സും മറ്റുമൊക്കെ അവർ ജനങ്ങളുടെ അടുത്ത് നിന്ന് ലെവി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ സിസ്റ്റം അല്ലെങ്കിൽ യൂറോപ്പിനെ മൊത്തവും കൺട്രോൾ ചെയ്യുന്ന രണ്ടാമത്തെ സിസ്റ്റം, രാജാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് വരുന്ന രണ്ടാമത്തെ സിസ്റ്റമാണ് ഫ്യൂഡലിസം അല്ലെങ്കിൽ ലാൻഡ് ലോഡിസം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് നോബിൾസ്, യൂറോപ്പിലെ എല്ലായിടത്തും എന്തുണ്ടായിരുന്നു? നോബിൾസ് ഉണ്ടായിരുന്നു. ഓക്കെ, നോബിൾസ് രാജാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഓക്കെ, അവർ രണ്ടുപേരും ചേർന്നാണ് യൂറോപ്പ് മൊത്തവും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ കോമൺസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തതാണ് ചർച്ച് എന്ന് പറയുന്നത്. ഇവിടെ ചർച്ച് എന്ന് പറയുന്നത് ദ കാത്തലിക് ചേർച്ച് ആണ് പറയുന്നത്. യൂറോപ്പിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സഭയാണ് ദ കത്തോലിക്ക പള്ളി അല്ലെങ്കിൽ കത്തോലിക്ക ചർച്ച് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ചർച്ചും എവിടെ ഉണ്ടായിരുന്നു? യൂറോപ്പില് ഭരണ സമയത്ത് അല്ലെങ്കിൽ 13th സെഞ്ചുറിയിൽ യൂറോപ്പ് റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെല്ലാ പേരും ഉണ്ടായിരുന്നു. ഓക്കെ, ഇവരെ മൂന്നുപേരും പ്രത്യേകത ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്ന ഒരു രീതിയായിരുന്നു. അതായത് അവർ പറയുന്നത് മാത്രമാണ് ശരി, എല്ലാ പേരും അവർ പറയുന്നത് അനുസരിക്കണം എന്ന രീതിയിലാണ് അവർ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റാഷണൽ തിങ്കിങ് മീൻസ് അതിന് ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ അവർ പറയുന്നതിനപ്പുറം ചിന്തിക്കുക എന്നുള്ളത് ആരും തന്നെ സമ്മതിച്ചു കൊടുക്കാറില്ല. അതായത് റാഷണലിസം എന്നൊരു ഐഡിയ അവർ ഡിനൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആരും ചിന്തിക്കേണ്ട, ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കിട്ടും. ആ ഒരു രീതിയാണ് യൂറോപ്പിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. എന്താണ് റാഷണലിസം? ഓക്കെ, റാഷണലിസം എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ദ വ്യൂ ദാറ്റ് റീസൺ ഓർ ദ ലോജിക് ഈസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് നോളജ്, ഫെയ്ത്ത് ആൻഡ് ട്രഡിഷൻ. ഓക്കെ, ഏത് ലോകത്ത് നിലനിൽക്കുന്ന നോളജ്, അറിവ്, ഫെയ്ത്ത്, വിശ്വാസം, ട്രഡിഷൻ, ആചാരങ്ങൾ, ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് റീസൺ, കാരണമാണ് അല്ലെങ്കിൽ ലോജിക് ആണ് എന്ന് പറയുന്ന ഐഡിയയാണ് റാഷണലിസം എന്ന് പറയുന്നത്. അതായത് ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാ നോളജ്, ഓക്കെ, ലോകത്തുള്ള എല്ലാ മൊത്തം നോളജും ആ നോളജ് എല്ലാം ഉണ്ടായിരിക്കുന്നത് റീസണിൽ നിന്നാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യം അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ചോദ്യം, ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് നോളജ് ഉണ്ടാവുന്നത് എന്നുള്ള ഐഡിയ ആണ് റാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കല്ലെടുത്ത് നമ്മൾ മേളിലോട്ടിട്ടോ താഴോട്ട് വീണു. ഓക്കെ, അത് അങ്ങനാണ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയാണ് ഒരു കല്ലെടുത്ത് മേളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കല്ല് താഴെ വന്ന് വീഴും. ഓക്കെ, ശരി, അത് നോളജ് തന്നെയാണ്, ശരിയല്ല എന്ന് പറയുന്നില്ല, ആണ്. ഓക്കെ, സാധാരണക്കാരനായ ഒരു കുട്ടി ചോദിക്കും, അതെന്താ അങ്ങനെ, എന്താ താഴോട്ട് വരുന്നേ? ഇതൊരു ചോദ്യം ചോദിക്കും ഉറപ്പായിട്ടും. അതിന്റെ കാരണം ഭൂമിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോന്നലിനെയാണ് റാഷണലിസം എന്ന് പറയുന്നത്. എന്ത് ചുറ്റുപാട് എന്ത് നടന്നാലും എന്തുകൊണ്ട് അങ്ങനെ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു അല്ലെങ്കിൽ ഐഡിയാസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ലോജിക് അന്വേഷിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റാഷണലിസം. ഓക്കെ, പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യൂറോപ്പില് റാഷണലിസം എന്ന് പറയുന്ന ഐഡിയക്ക് ഒരു വിധത്തിലുള്ള ഇമ്പോർട്ടൻസും ആര് കൊടുക്കാറില്ല? മൊണാർക്കും ഫ്യൂഡലിസവും ചർച്ചും കൊടുക്കാറില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ അവർ എന്ത് ചെയ്യും? പേഴ്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നുണ്ട് യൂറോപ്പില് ഫ്യൂഡലിസത്തിനെ തള്ളിപ്പറയുകയും റാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആയിരുന്നു റോജർ ബേക്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇദ്ദേഹം ഒരുപാട് തിങ്കേഴ്സിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു തിങ്കറാണ്. യൂറോപ്പിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ തള്ളിപ്പറയുകയും കൂടാതെ റാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തിയാണ് റോജർ ബേക്കൺ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ റാഷണലിസം പ്രൊമോട്ട് ചെയ്തു, ഫ്യൂഡലിസത്തിനെ തള്ളിപ്പറഞ്ഞു, ഓക്കെ, ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെയും കൂടെ ഉണ്ടായിരുന്ന തിങ്കേഴ്സിനെയൊക്കെ വളരെ ക്രൂവലായിട്ട് മൊണാർക്ക് പേഴ്സിക്യൂട്ട് ചെയ്യുകയും അവരെ പിടിച്ച് ജയിലിലിടുകയൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ 13ാം നൂറ്റാണ്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് ഏകദേശം 14ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് സൊസൈറ്റിയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. അതായത് അതുവരെ ഇല്ലാതിരുന്ന പല ചേഞ്ചസും 14th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് യൂറോപ്പിന്റെ സോഷ്യൽ, എക്കണോമിക് അതുപോലെ പൊളിറ്റിക്കൽ സ്പിയേഴ്സിൽ
ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അത് പല പല പുതിയ മാറ്റങ്ങൾ, ഓക്കെ, പുതിയ ചിന്താഗതികൾ, പുതിയ ആളുകളുടെ കടന്നുവരവ്, അങ്ങനെ പലതും. ഓക്കെ, അങ്ങനെയുള്ള മാറ്റങ്ങളുടെ പ്രധാന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന പുതിയ ചിന്താഗതികൾ, പുതിയ ആളുകൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിന്റെ കൂടെ തന്നെ യൂറോപ്പിൽ തന്നെ പണ്ട് കാലത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മിഡീവൽ പീരീഡ് സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പ് ഒരു ഏൻഷ്യൻ ടൈം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ആ ഒരു ഏൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്ന ചില ആശയങ്ങൾ, ലൈക്ക് ദ ഗ്രീക്കോ റോമൻ ഐഡിയാസ്, അതായത് ഗ്രീസ്, റോം, ഈ രണ്ടും ഏൻഷ്യൻ പീരീഡിൽ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ രാജകേന്ദ്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ കൾച്ചറിന്റെ വളരെ വലിയ സെന്റേഴ്സ് ആയിരുന്നു ഈ രണ്ട് ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, സംഭവിക്കുന്നത് 14th സെഞ്ചുറി ആയപ്പോഴത്തേക്കും ആരോ പൊടി തട്ടി എടുത്തതുപോലെ അന്ന് ഗ്രീസിലും റോമിലും ഉണ്ടായിരുന്ന പല ഐഡിയാസും ജനങ്ങളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ പുതിയ ഐഡിയാസ് വന്നപ്പോഴത്തേക്കും അതുവരെ 13ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ ഉണ്ടായിരുന്ന മറ്റ് ഐഡിയാസിനെ ജനങ്ങൾ തള്ളി പറയാൻ വേണ്ടി തുടങ്ങി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ഐഡിയാസ് വേണ്ട, ഓക്കെ, വി ആർ സപ്പോർട്ടിങ് ദ ഓൾഡ് ഐഡിയാസ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ റോജർ ബേക്കറിന്റെയും മറ്റൊക്കെ ഐഡിയാസിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ജനങ്ങൾ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. പണ്ട് ഗ്രീസിലും റോമിലും ഉണ്ടായിരുന്ന പല ഐഡിയാസിനെയും 14th സെഞ്ചുറി ആയപ്പോഴത്തേക്കും യൂറോപ്പിലെ ആളുകൾ പിന്നെയും കടമെടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഗ്രീസിലും റോമിലും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് ഐഡിയാസ് ആണ് ഉണ്ടായിരുന്നത്? പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഐഡിയാസ്, വൺ, ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറഞ്ഞ ഐഡിയ. അതായത് ഈ പറയുന്ന എന്ത് വേണ്ട, ഈ പറയുന്ന മൊണാർക്കി വേണ്ട, ഫ്യൂഡലിസം വേണ്ട, ജനങ്ങളുടെ ഭരണം മതി എന്ന് പറയാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ ഐഡിയ റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്ക് ദ കൺട്രി ഷുഡ് ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, രാജ്യത്തിന് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണം എന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഒരു സോഷ്യൽ ഓർഡർ വേണം, ഒരു സാമൂഹിക ക്രമം വേണം എന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. കൂടാതെ പണ്ട് മൺമറഞ്ഞു പോയ രീതിയിലുള്ള ആർട്ടും സയൻസും, അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ യൂറോപ്പിലൊക്കെ ഈ പറയുന്ന ഗ്രീക്കോ റോമൻ സമയത്ത്, അല്ലെങ്കിൽ ഗ്രീസിന്റെ റോമിന്റെ ആ ഒരു ഏൻഷ്യൻ ടൈമിൽ വളരെ വലിയ രീതിയിൽ സയൻസും ആർക്കിടെക്ചറും ആർട്ടും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ യൂറോപ്പില് 13ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഈ ഡെവലപ്മെന്റ് ഒന്നും തന്നെ ഇല്ല. ഈ പറഞ്ഞ എല്ലാ ഐഡിയാസും ഏൻഷ്യൻ പീരീഡിൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന മിക്കവാറുള്ള എല്ലാ ഐഡിയാസും മെഡീവൽ പീരീഡിന്റെ പാതിയൊക്കെ ആയപ്പോൾ തന്നെ യൂറോപ്പിൽ ഇല്ലാതായി. അതിനെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിൽ ഇങ്ങനെ ഉണ്ടായ ചേഞ്ചസിന്, അല്ലെങ്കിൽ 14th സെഞ്ചുറിയിൽ യൂറോപ്പിൽ ഇങ്ങനെ ഉണ്ടായ ചേഞ്ചസിന് ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ മിക്കവാറുള്ള പോയിന്റുകൾ തന്നെയാണ്. ഒന്നാമത്തെ, ഇതിനൊരു ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു, ഒരു ഹ്യൂമാനിസം, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ച്. ഓക്കെ, അതായത് അന്ന് വരെ ദൈവത്തിന് എല്ലാം കൊടുത്തുകൊണ്ടിരുന്നില്ല, അല്ലെങ്കിൽ ദൈവമാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് മാറി മനുഷ്യനാണ് വലുത് എന്നൊരു ചിന്തയിലേക്ക് എത്തുന്നു. രണ്ടാമത്തത് ഗ്രോത്ത് ഓഫ് അർബൻ ലൈഫ്. അതുവരെ ഉണ്ടായിരുന്ന ഒരു വില്ലേജ് ലൈഫിൽ നിന്ന്, അല്ലെങ്കിൽ റൂറൽ ലൈഫിൽ നിന്ന് ഒരു അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്താണ്. കൂടാതെ പ്രോഗ്രസ് ഇൻ ട്രേഡ് ഡെവലപ്പ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തിനകത്തും മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടക്കുന്നു. ഓക്കെ, പുതിയ ഐഡിയാസും മറ്റൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നു. കൂടാതെ ദ റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് ഉണ്ടായി. അതായത് കൊച്ചു ഫ്യൂഡൽ സ്റ്റേറ്റ് ആയിരുന്ന രാജ്യങ്ങൾ ഒത്തുചേർന്ന് വലിയ വലിയ രാജ്യങ്ങളാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. കൂടാതെ ഇൻഡിവിജ്വൽ ലിബർട്ടി. അതുവരെ ഈ പറയുന്ന ഫ്യൂഡലിസം ആയാലും ചേർച്ച് ആയാലും മൊണാർക്കി ആയാലും ജനങ്ങൾക്ക് ഒരു റൈറ്റും കൊടുക്കാതെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അത് മാറിയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഞങ്ങൾക്ക് ലിബർട്ടി ഉണ്ട്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങളെ ടാക്സ് ആണ് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഇത്രയും ആഡംബരമായിട്ട് നിങ്ങൾ ജീവിക്കാനുള്ള കാരണം ഞങ്ങൾ തരുന്ന ടാക്സ് ആണ്, വി നീഡ് ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് ജനങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങി. കൂടാതെ റാഷണലിസം, ഓക്കെ, അത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തു. കൂടാതെ സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസിന് ഇമ്പോർട്ടൻസ്. അതായത് സെക്യുലർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവുമായിട്ട് ബന്ധമില്ലാത്ത ആശയങ്ങളാണ് സെക്യുലർ വാല്യൂസ് എന്ന് പറയുന്നത്, ലൈക്ക് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം പോലത്തെ ഐഡിയാസ്. കൂടാതെ ഈ ഒരു സമയത്ത് യൂറോപ്പിൽ ഒരു മോണിറ്ററി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. മോണിറ്ററി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മണി ആയി മാറി. അതായത് സാധനങ്ങൾ വാങ്ങിക്കുവാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ ആദ്യകാലങ്ങളിൽ ബാർട്ടർ സിസ്റ്റം, സാധനത്തിന് പകരം സാധനം കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റം മാറി മോണിറ്ററി സിസ്റ്റം, പൈസയുടെ ബേസിസിൽ സാധനങ്ങൾ കൈമാറ്റാൻ തുടങ്ങുന്ന ഒരു എക്കണോമിക് സിസ്റ്റം യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്താണ്. ഇതുകൂടാതെ അന്ന് വരെ ഉണ്ടായിരുന്ന ലാറ്റിൻ പോലെയുള്ള, ലോകത്ത് എല്ലായിടത്തും സംസാരിക്കുന്ന, അല്ലെങ്കിൽ പള്ളിക്കാർ സംസാരിക്കുന്ന ലാറ്റിൻ പോലെയുള്ള ഭാഷകൾക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ട് റീജിയണൽ ലാംഗ്വേജ്, ഓരോ ദേശത്തുള്ള റീജിയണൽ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൂടാൻ വേണ്ടി തുടങ്ങി. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഈ പറഞ്ഞ ഗ്രീക്കോ റോമൻ ഐഡിയാസും മറ്റുമൊക്കെ യൂറോപ്പിന്റെ ആർട്ടിനെയും സയൻസിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവിടെയും ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും 14th സെഞ്ചുറിയിൽ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങളുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മാറ്റങ്ങളെല്ലാം ആദ്യം ഉണ്ടായത് ഇറ്റലിയിലാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന എല്ലാ മാറ്റങ്ങളും യൂറോപ്പിൽ ആദ്യമായിട്ടുണ്ടായത് എവിടെ? ഇറ്റലിയിലാണ്.
ഓക്കെ, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു റോമൻ എംപയർ. ഓക്കെ, റോമൻ എംപയർ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ റോമൻ എംപയറിന്റെ ക്യാപിറ്റൽ വേറെ ഇറ്റലി, അല്ലെങ്കിൽ ഇറ്റലി ബേസ് ചെയ്താണ് റോമൻ എംപയർ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഓക്കെ, റോമൻ എംപയറിന്റെ പ്രത്യേകത ആ ഒരു സമയത്ത് ഏൻഷ്യൻ പീരീഡിലായാലും മിഡീവൽ പീരീഡിന്റെ സ്റ്റാർട്ടിംഗ് ആയാലും ലോകത്തിലെ ഏറ്റവും വലിയ എംപയർ, ഏകദേശം 3 കോണ്ടിനെന്റ്സ് മുഴുവനായിട്ട് റൂൾ ചെയ്തുകൊണ്ടിരുന്ന ടീമാണ് ആര്? റോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു റോമൻ എംപയറിന്റെ കേന്ദ്രമായിരുന്ന ഇറ്റലിയിലാണ് ഈ പറയുന്ന ചേഞ്ചസ് എല്ലാം ആദ്യമായിട്ട് ഉണ്ടായത്. ഈ ചേഞ്ചുകളെ എല്ലാം കൂടി ഹിസ്റ്റോറിയൻസ് വിളിച്ച പേരാണ് റിനേസൻസ്. റിനേസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം. ഓക്കെ, നമ്മൾ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് റിനേസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിനേസൻസ്? റിനേസൻസിന്റെ ഒരു ത്രെഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ മാറ്റത്തെ പറ്റിയാണ്. അതായത് യൂറോപ്പിൽ ഉണ്ടായിരുന്ന മിഡീവൽ ഫ്യൂഡൽ സിസ്റ്റം മാറി യൂറോപ്പ് മോഡേൺ ഏജിലേക്ക് എത്തിയതിനെ, അല്ലെങ്കിൽ എത്തിയ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിനെ വിളിക്കുന്ന പേരാണ് റിനേസൻസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം കുറെ കാലം യൂറോപ്പ് എന്തിലായിരുന്നു? ഈ പറയുന്ന ഫ്യൂഡലിസത്തിന്റെ പിടിയിലൊക്കെ ആയിരുന്നു. ആ ഫ്യൂഡലിസം തകർന്നതിന് ശേഷം യൂറോപ്പ് ഒരു മോഡേൺ ഏജിലേക്ക് കയറുകയാണ്. അതായത് യൂറോപ്പിന്റെ മോഡേൺ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പീരീഡിനെ, അല്ലെങ്കിൽ യൂറോപ്പിനെ മോഡേൺ ഹിസ്റ്ററിയിലേക്ക് എത്തിച്ച ഇവന്റ് ആണ് റിനേസൻസ് എന്ന് പറയുന്നത്. റിനേസൻസ് ആ വാക്കിന്റെ മീനിങ് റീബർത്ത് എന്നാണ്. അതായത് അത്രയും കാലം യൂറോപ്പിൽ ഒരുപാട് കൊള്ളരുതാത്ത ആക്ടിവിറ്റീസും ഐഡിയാസും എല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഐഡിയാസ് എല്ലാം അവസാനിക്കുന്നു. പുതുതായി യൂറോപ്പ് പിന്നെയും പുനർജനിക്കുന്നു, ലൈക്ക് എ ഫിനിക്സ്. ഓക്കെ, ഫിനിക്സ് പക്ഷേ പോലെ യൂറോപ്പ് പിന്നെയും ജനിച്ചു വരികയാണ്. എങ്കിൽ പുതിയ ഐഡിയാസ് മൊത്തവും ഉൾക്കൊണ്ടുകൊണ്ട് യൂറോപ്പ് തിരിച്ചു കയറി വരുന്നു. ഓക്കെ, ആ ഒരു ചിന്താഗതിയാണ് റിനേസൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും തോന്നി, ഇത്രയും നേരം പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ്, വൈ റിനേസൻസ് സ്റ്റാർട്ടഡ് ഇൻ ഇറ്റലി? എന്തുകൊണ്ട് റിനേസൻസ് ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്തു? ഓക്കെ, അപ്പോൾ ഇറ്റലിക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. യൂറോപ്പിലെ ബാക്കിയുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇറ്റലിക്ക് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ആ സ്പെഷ്യാലിറ്റീസ് കാരണമാണ് റിനേസൻസ് ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്തത്. എന്തൊക്കെയാണ് ആ സ്പെഷ്യാലിറ്റീസ് നോക്കാം. ഇറ്റാലിയൻ സിറ്റീസ് വെർ മോർ ഇൻഡിപെൻഡന്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക് ദാൻ ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ്. യൂറോപ്പിന്റെ അന്നുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും വളരെയധികം ഇൻഡിപെൻഡന്റ് ആയിരുന്നു ഇറ്റലി. ഓക്കെ, ഫ്യൂഡലിസം എന്ന് പറയുന്ന സിസ്റ്റം അധികം ഇറ്റലിയിൽ പിടിമുറുക്കിയിട്ടില്ല. ഓക്കെ, രാജാവ് കുറച്ചുകൂടെ ലിബറൽ ആണ്. ഓക്കെ, അവിടെയുള്ള എല്ലാ സിറ്റീസും വളരെയധികം വെൽത്തിയും ഡൈനാമിക്കും ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇറ്റലിയെ ആദ്യമേ തന്നെ ബാക്കിയുള്ള യൂറോപ്യൻ സിറ്റീസിൽ നിന്ന് വ്യത്യസ്തമാക്കും. ഇനി ഇവിടെ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ട്രേഡേഴ്സിന് സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. ദേ വെർ വെൽ അവെയർ ഓഫ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. അവർക്ക്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ട്രേഡേഴ്സിന് ബാങ്കിങ്ങിനെ പറ്റിയും ഇൻഷുറൻസിനെ പറ്റിയൊക്കെ നേരത്തെ നല്ല അറിവുണ്ടായിരുന്നു. അവരത് ഉപയോഗിച്ചാണ് ട്രേഡ് മറ്റും നടത്തിക്കൊണ്ടിരുന്നത്. ഇനി സം ഓഫ് ദം ഹാഡ് എക്സ്പെർട്ടീസ് ഇൻ ടെക്നിക്കൽ മാറ്റേഴ്സ് ഓഫ് ട്രേഡ് സച്ച് ആസ് ബുക്ക് കീപ്പിംഗ്. ഇനി ഇത് കൂടാതെ അവരിൽ പല ആളുകളും ബുക്ക് കീപ്പിംഗ് പോലെയുള്ള ടെക്നിക്കൽ രീതികൾ ഉപയോഗിച്ചിരുന്നു. മീൻസ് അവർ ചെയ്യുന്ന എല്ലാ ട്രേഡിന്റെയും കണക്ക് അവർ സൂക്ഷിച്ചിരുന്നു. ഓക്കെ, ഇതെല്ലാം കൊണ്ട് തന്നെ യൂറോപ്പില് റിനേസൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അതിന് ഏറ്റവും പറ്റിയ സ്ഥലം എവിടെയാണെന്ന് തോന്നി? ഇറ്റലിയാണെന്ന് തോന്നി. യൂറോപ്പില് ഏകദേശം ഒരു 11th സെഞ്ചുറിക്ക് ആയപ്പോൾ തന്നെ മോണിറ്ററി എക്കണോമിക് സിസ്റ്റം വന്നായിരുന്നു. മോണിറ്ററി എക്കണോമിക് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് യൂറോപ്പ് വാസ് കൊമേഴ്സ്യലൈസ്ഡ് ഡ്യൂറിംഗ് ദ 11th സെഞ്ചുറി. ഓക്കെ, അത് കൊമേഴ്സ്യലൈസേഷൻ കൂടിയപ്പോഴത്തേക്ക് അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ഫാമേഴ്സിന്റെ അന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അതായത് അവരെന്തുണ്ടാക്കിയാലും അത് മൊത്തം ആര് കൊണ്ടുപോകും? ലാൻഡ് ലോഡ്സ് കൊണ്ടുപോകും. കാര്യം ലാൻഡ് ലോഡ്സ് എന്ന സിസ്റ്റം അത് തന്നെയാണല്ലോ. അതായത് ജനങ്ങളെ മൊത്തം ടാക്സ് വെട്ടിച്ച്, അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് മൊത്തം ടാക്സും പിടുങ്ങി അവരുണ്ടാക്കുന്ന സാധനങ്ങളും കൊണ്ടുപോയി തിന്നു കുടിച്ച് ജീവിച്ചിരുന്ന ടീമാണ് ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊമേഴ്സ്യലൈസേഷൻ വന്നപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഫാമേഴ്സ് ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ലാൻഡ് ലോഡ്സിനെ ഒഴിവാക്കിയിട്ട് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സാധാരണ ജനങ്ങൾ കൂടുതൽ വെൽത്തിയർ ആവാൻ വേണ്ടി തുടങ്ങി. അതായത് 11ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റത്തിന്റെ എൻഡിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഐഡിയയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാണിജ്യവൽക്കരണം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് മിഡിൽമെനെ പോലെ നിന്ന ഫ്യൂഡലിസത്തിന് ഒന്നും കിട്ടാത്ത അവസ്ഥ വന്നു. ദാറ്റ് ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. അതോടുകൂടി ഫ്യൂഡലിസം ഇല്ലാതായി. ഫ്യൂഡലിസം അവിടെ കൊണ്ട് ഇല്ലാതായി. ഓക്കെ, ഇനി ഇത് കൂടാതെ യൂറോപ്പിനെ അന്ന് വളരെ ശക്തമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന മറ്റൊരു ടീമാണ്
എന്താണ് ദ കാത്തലിക് ചർച്ച്, അല്ലെങ്കിൽ അവിടെ ഒരു റിലീജിയസ് സുപ്രമസി ഉണ്ടായിരുന്നു. അതായത് സൊസൈറ്റിയെ മൊത്തം കൺട്രോൾ ചെയ്യാൻ ആർക്ക് അധികാരമുണ്ടായിരുന്നു? ചർച്ചിന്, പള്ളിക്ക് അധികാരമുണ്ടായിരുന്നു. പക്ഷേ കൊമേഴ്സ്യലൈസേഷൻ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ ഫ്യൂഡൽ ലോഡ്സിനോ അല്ലെങ്കിൽ ചർച്ചിനോ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പ്രോഫിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ വന്നപ്പോഴത്തേക്കും ജനങ്ങളിലെ പല ഫാമിലീസും കുറച്ചുകൂടെ വെൽത്തിയർ ആവാൻ വേണ്ടി തുടങ്ങി. അതായത് ഫാമിലീസ് വെൽത്തിയർ ആവാൻ തുടങ്ങി. അവര് ഈ പറയുന്ന ചർച്ചിനെയും ഫ്യൂഡൽസിനെയൊക്കെ ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെ നേരത്തെ ഫ്യൂഡൽ സിസ്റ്റം അവസാനിച്ചു എന്ന് പറഞ്ഞതുപോലെ റിലീജിയസ് സുപ്രമസിയും യൂറോപ്പിൽ അവസാനിക്കുന്നു. ഓക്കെ, അപ്പോ വേണ്ടാത്ത രണ്ടെണ്ണം അല്ലെങ്കിൽ പാഴം തോന്നിയ രണ്ടെണ്ണത്തിനെ ജനങ്ങൾ കളഞ്ഞു. ആരൊക്കെയാണ്? ഈ പറഞ്ഞ ഫ്യൂഡലിസത്തിനെ ഇല്ലാതാക്കി, അതുപോലെ റിലീജിയസ് സുപ്രമസിയും കുറഞ്ഞു. ഓക്കെ, അങ്ങനെ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾ ഡയറക്റ്റ് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇറ്റലിയിലെ പല സിറ്റീസിലും പുതിയ പുതിയ വെൽത്തി ഫാമിലീസ് ഉണ്ടാകാൻ വേണ്ടി തുടങ്ങി. അതായത് ജനങ്ങൾ ഡയറക്റ്റ് ട്രേഡ് തുടങ്ങിയപ്പോഴത്തേക്കും അവർക്ക് ലാഭം ഉണ്ടാവാൻ തുടങ്ങി. ആ ലാഭത്തിന്റെ പേരിൽ ചില ഫാമിലീസ്, അതായത് യൂറോപ്പിലെ ഇറ്റലിയിലെ ഓരോ സിറ്റീസിലെയും ചില ഫാമിലീസ് ആ സിറ്റിയിലെ ഏറ്റവും വെൽത്തിയർ ക്ലാസ് ആയിട്ട് മാറാൻ വേണ്ടി തുടങ്ങി. ലേറ്റർ ദേ ബിക്കം ദ ഡോമിനന്റ് ക്ലാസ് ഇൻ ഫ്രാൻസിൽ അവരെ ഡോമിനന്റ് ക്ലാസ് ആയിട്ട് മാറി.